പക്ഷേ ഇനി ഒരു ലേഡി എടുക്കുവാണെങ്കിൽ ഇത് ബുക്ക് ചെയ്തിട്ട് എത്ര സമയം കൊണ്ട് കിട്ടി? വേറെ ഒരു ക്യാമറ വെച്ചതാ ഇപ്പൊ ഇത്. മറ്റേ നേരത്തെ ഉണ്ടായിരുന്നു. എന്തുകൊണ്ട് ഓട്ടോമാറ്റിക് വേണ്ടാന്ന് തോന്നി? ഹലോ ഫ്രണ്ട്സ്, വാക്ക് വിത്ത് നഫിൻ്റെ ഏറ്റവും പുതിയ എപ്പിസോഡിലേക്ക് സ്വാഗതം. മാരുതി സുസുക്കി ഫ്രോങ്സ് ഇറങ്ങിയപ്പോൾ തന്നെ നമ്മൾ അതിൻ്റെ ഒരു ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ നമ്മൾ ചെയ്തിരുന്നു. 1.2 ലിറ്ററിൻ്റെ തന്നെയാണ് യൂസർ എക്സ്പീരിയൻസ് നമ്മൾ ചെയ്തിരുന്നത്. യൂസർ എക്സ്പീരിയൻസ് അല്ല, ഫസ്റ്റ് ഇംപ്രഷൻ വീഡിയോ ആയിരുന്നു. അപ്പം ഫ്രോങ്സ് എടുക്കാൻ നോക്കുന്നവർക്ക് കുറേ പേർക്ക് പ്രയോജനപ്പെട്ടു എന്നതിൻ്റെ കമൻറ്റ് സെക്ഷനിലൂടെ നമുക്ക് മനസ്സിലായി. നമ്മൾ വീണ്ടും ഒരു ഫ്രോങ്സ് കൊണ്ടുവന്നിരിക്കുകയാണ്. ഇത് ഒരു ലോങ് ടേം റിവ്യൂ ആണെന്ന് കൂട്ടരുത്. ഇതൊരു ലേഡി യൂസറിൻ്റെയാണ്. അപ്പം ലേഡീസിന് പറ്റിയ വാഹനമാണോ ഫ്രോങ്സ്, അല്ലെങ്കിൽ ലേഡീസിന് പറ്റിയ വാഹനം ഏതാണെന്നൊക്കെ കുറച്ച് ക്വസ്റ്റ്യൻസൊക്കെ നമുക്ക് വന്നിട്ടുണ്ട്. അപ്പോൾ അതനുസരിച്ച് നമ്മളിന്ന് കൊണ്ടുവന്നിരിക്കുന്ന ഒരു ലേഡി യൂസ് ചെയ്യുന്ന ഫ്രോങ്സ് ആണ്. അപ്പം അതിൻ്റെ യൂസർ എക്സ്പീരിയൻസ് അല്ല, ഇത് ഫസ്റ്റ് ഇംപ്രഷൻ എന്ന് തന്നെ പറയാം. എന്തുകൊണ്ട് ഫ്രോങ്സ് എടുത്തു, അല്ലെങ്കിൽ ഏതൊക്കെ വാഹനങ്ങൾ നോക്കിയിട്ടാണ് ഫ്രോങ്സിലോട്ട് വന്നത് എന്നുള്ള കാര്യങ്ങൾ എല്ലാം നമുക്ക് ഈ വീഡിയോ കണ്ടു കഴിഞ്ഞാൽ മനസ്സിലാകും. അപ്പോൾ അതിനായിട്ട് ഇതിൻ്റെ യൂസറിൻ്റെ വീഡിയോയിലേക്ക് സ്വാഗതം ചെയ്യും. ഇതാണ് ഫ്രോങ്സിൻ്റെ യൂസർ. ഹായ് ചേച്ചി. ഹായ്. ചേച്ചിയുടെ പേര്? രശ്മി. ഓക്കെ, എന്ത് ചെയ്യുന്നു? ഞാനൊരു ബ്യൂട്ടീഷ്യനാണ്. ഓക്കെ, അപ്പം ഫ്രോങ്സ് എടുത്തതിൻ്റെ പിന്നിലെ കാര്യമാണ് നമുക്കറിയേണ്ടത്. എങ്ങനെയാണ് ഈ വാഹനത്തിലോട്ട് വരുന്നത്? മറ്റേതൊക്കെ വണ്ടികൾ ഇതെടുക്കുന്ന സമയത്ത് നോക്കി? നേരത്തെ ഉപയോഗിച്ചിരുന്ന വണ്ടി ഏതാണ്? അങ്ങനെയുള്ള കാര്യം. നേരത്തെ ഉപയോഗിച്ചിരുന്നത് വാഗണറായിരുന്നു, 2010. ഓക്കെ. പിന്നെ അതിനിടയ്ക്ക് ഞാനൊരു ബ്യൂട്ടീഷ്യൻ ആയതുകൊണ്ട് എൻ്റെ വർക്കിന് പോകാൻ വേണ്ടിയിട്ട് എനിക്ക് ഒരു വാഹനം ആവശ്യമാണ്. അതുകൊണ്ടാണ് ഞാൻ ഈ ഫ്രോൺസ് എടുക്കാൻ തന്നെ കാരണം. എനിക്ക് മൈലേജ് ഉള്ള ഒരു വണ്ടിയാണ് വേണ്ടുന്നത്. ഓക്കെ, അത് അങ്ങനെ നോക്കിയാണ് അതെ ഫ്രോങ്സ് വന്നത്. വേറെ ഏതൊക്കെ നോക്കിയായിരുന്നു? ഞാൻ എക്സ്റ്റർ നോക്കിയായിരുന്നു. എക്സ്റ്റർ അല്ലേ? കിട്ടാൻ താമസം ഉണ്ടായിരുന്നു. ഓക്കെ, അതുകൊണ്ട് എക്സ്ട്രാ വേണ്ടെന്ന് വെച്ചു. പിന്നെ അവിടുന്ന് ബലേനോ നോക്കിയപ്പം ബലേനോ ഇതിനാണ് കുറച്ചുകൂടെ ഗ്രൗണ്ട് ക്ലിയറൻസ് ഉള്ളത്, കൂടുതലുള്ളത്. അപ്പോൾ അതുകൊണ്ട് അത് വേണ്ടെന്ന് വെച്ച് ഇതിലോട്ട് വന്നു. അതെ അതെ. ഇതെടുത്തിട്ട് ഇപ്പം എത്ര നാളായി? ഇതിപ്പം 2 ആഴ്ചയായതേ ഉള്ളൂ. അപ്പോൾ ഇത് വേരിയൻ്റ് ഏതാണ്? ഇത് ഡെൽറ്റ പ്ലസ്. ഇത് 1.2 ലിറ്റർ എഞ്ചിൻ വരുന്ന 4 സിലിണ്ടർ എഞ്ചിൻ വരുന്ന വാഹനമാണ്. 2 വേരിയൻസ് ആണുള്ളത്, 1 ലിറ്ററും 1.2 ലിറ്ററും. അതിൽ 3 സിലിണ്ടറും 4 സിലിണ്ടറുമാണ്. ഇതിൽ 4 സിലിണ്ടറാണ് ഇത്. അപ്പം ഇത് സ്വന്തമാക്കിയിട്ട് എങ്ങനെ ഉണ്ട് ഇതിൻ്റെ ഒരു ഓടിച്ചിട്ട് ഉള്ള ഒരു, ഇപ്പം നേരത്തെ വാഗനാറാണ്, അതിൽ നിന്ന് നല്ലൊരു അപ്ഗ്രേഡ് ആണ് ഇത്. അകത്തെ സ്പേസ് വെച്ച് നോക്കിയാലും സ്പേസ് ഒക്കെ ഇതാണ് ഏറ്റവും ബെറ്റർ. ഓക്കെ. പിന്നെ നമുക്ക് യാത്രാ സുഖമുണ്ട്, ഇതിനകത്ത് നല്ല സ്പേസ് ഉണ്ട്. ഓക്കെ, അങ്ങനെയൊക്കെ മറ്റേതിനേക്കാളൊക്കെ ഒത്തിരി ബെറ്റർ ആണ്. ഓക്കെ, അപ്പം എന്തായിരുന്നു ഇപ്പം മൈലേജ് അല്ലാതെ ഒരു വണ്ടി പോയി നോക്കിയല്ലോ, ഇപ്പം ഒരു ലേഡി യൂസറിനെ സംബന്ധിച്ചിടത്തോളം ഒരു വണ്ടി പോയി നോക്കിയപ്പം എന്ത് വേണമെന്നാണ് ആദ്യം ഒരു വണ്ടിയിൽ വേണമെന്നാണ് ആഗ്രഹിച്ചത്? ഫീച്ചേഴ്സ് വൈസ് അങ്ങനെ മൈലേജ് വേണം, അത് മെയിൻ. എനിക്ക് ഡെയിലി യൂസ് അല്ലേ, മൈലേജ് ഉള്ളത് വേണമായിരുന്നു. ഇച്ചിരി സ്ഥല സൗകര്യമൊക്കെ വേണമല്ലോ. ഓക്കെ. ഡിക്കിക്കാണേലും നല്ല സ്പേസ് ഉണ്ട്. നമ്മുടെ വാഗണറിനെ കാട്ടിലും എല്ലാം നല്ല സ്പേസ് ഉണ്ട്. ഓക്കെ, അപ്പം കുറച്ചുകൂടെ വലിയ വണ്ടിയാണല്ലോ. അപ്പോൾ വാഗനാർ എത്ര വർഷം യൂസ് ചെയ്ത് വാഗനാർ? അതിപ്പോൾ എനിക്ക് ഒരു 5 വർഷമായി അത് യൂസ് ചെയ്യാൻ. 5 വർഷം അത് ഉപയോഗിച്ചു. അതിനു മുമ്പ് മാരുതി 800 ആയിരുന്നു. അപ്പം അതിൽ നിന്ന് വീണ്ടും മാരുതിയിലോട്ട് തന്നെ വേറെ ബ്രാൻഡ്സ് എക്സ്ട്രാ നോക്കിയിരുന്നു അല്ലേ? എക്സ്ട്രാ നോക്കിയിരുന്നു. അപ്പം മാരുതിയിലോട്ട് അപ്ഗ്രേഡ് ചെയ്ത് വന്നു. സ്പേസ് കൂടുതലായി, പവർ കൂടുതലായിട്ട് ഫീൽ ചെയ്യുന്നു. എങ്ങനെ ഫീൽ ചെയ്യുന്നു? അത്യാവശ്യം പവറൊക്കെ യൂസ് ചെയ്ത് ത്രോട്ടിൽ കൊടുത്ത് ഓടിക്കാറുണ്ടോ നോർമലി? എത്ര ദൂരം ട്രാവൽ ചെയ്യുന്ന ആളാണ്. ഇത് എടുത്തതിന് ശേഷം എത്ര കിലോമീറ്റർ ദൂരെ യാത്ര ചെയ്തു? ഇതിപ്പോ ഒരു 1200 റേഞ്ച് കിലോമീറ്റർ ആയിട്ടുണ്ട്. അപ്പം അത്യാവശ്യം ഒരു 100 കിലോമീറ്റർ ഒക്കെ ഓടിച്ച് കാണുമോ? അപ്പോൾ അതിൽ കിട്ടിയ യാത്രാ സൗകര്യം എങ്ങനെയുണ്ട്? മീൻസ് നമ്മൾ ഒലച്ചിലോ കാര്യങ്ങളോ? ഇല്ല, ഒലച്ചിലോ അങ്ങനെയൊന്നുമില്ല, നല്ല സുഖമാണ്, യാത്രാ സുഖമാണ്. പിന്നെ എടുത്തത് ഇത് ഓട്ടോമാറ്റിക് അല്ല, മാനുവൽ വേരിയന്റ് ആണ്. അപ്പം എന്തുകൊണ്ട് ഓട്ടോമാറ്റിക് വേണ്ടാന്ന് തോന്നി? ഓട്ടോമാറ്റിക് എനിക്ക് വേണ്ട, അതിന്റെ ആവശ്യമില്ല. ഞാനിപ്പം കുറേ വർഷങ്ങളായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് മാനുവലിൽ തന്നെ, അതാണ് എനിക്കിഷ്ടം. മാനുവലേ നോക്കിയുള്ളൂ. പിന്നെ ഇതിന്റെ ബുക്കിംഗ് പീരീഡിനെ സംബന്ധിച്ചുള്ള കാര്യമാണ്. ചിലർ വണ്ടി ബുക്ക് ചെയ്തിട്ട് കിട്ടാൻ താമസിക്കുന്നു എന്ന് പറഞ്ഞ് അങ്ങനെയാണല്ലോ എക്സ്ട്രായിൽ നിന്ന് മാറിയതല്ലേ? അപ്പം ഇത് ബുക്ക് ചെയ്തിട്ട് എത്ര സമയം കൊണ്ട് കിട്ടി? ഇത് അവർ പറഞ്ഞത് 45 ദിവസത്തിനകം കിട്ടുമെന്ന് പറഞ്ഞു. പക്ഷെ എനിക്കൊരു 30 ദിവസമായപ്പോഴത്തേനും കിട്ടി അല്ലേ? ഓക്കെ. അപ്പം 1 മാസം കൊണ്ട് ഡെലിവറി ചെയ്തു. ഈ ഒരു കളറ് ഇഷ്ടപ്പെട്ട് നോക്കിയതാണോ? എനിക്ക് ഇഷ്ടമാണ് ഒരുപാട്. നെക്സ ബ്ലൂ എന്ന് പറയുന്ന കളർ. പിന്നെ ഇതിന് ഓൺ റോഡ് പ്രൈസ് വന്നത് എത്രയാണ്? 10.5
10.5 ലക്ഷം രൂപയാണ് അതെ അതെ ഓൺ റോഡ് ആയപ്പോൾ വില വന്നത്. ഓക്കെ. പിന്നെ ഫ്രോങ്സിനെ പറ്റി ചോദിക്കുകയാണെങ്കിൽ ഈ വണ്ടി കുറച്ച് നാൾ ഉപയോഗിച്ചിട്ട് ഏറ്റവും ഇഷ്ടപ്പെട്ട എന്താണ് ഇതിനകത്തെ? ഇതിൻ്റെ ഫ്രണ്ട് ലുക്ക് എനിക്ക് ഇഷ്ടപ്പെട്ടു. ഓക്കെ. ഈ ഒരു ഗ്രാൻഡ് വിറ്റാറ പോലെ വരുന്ന SUV-യുടെ ടൈപ്പ് ലുക്ക് വരുന്നുണ്ട്. ഓക്കെ. പിന്നെ ലൈറ്റ് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ഓക്കെ. പിന്നെ വേറെന്താണ് ഇതിൽ ഇഷ്ടപ്പെട്ടത്? ഇഷ്ടപ്പെട്ടത് ഡെൽറ്റ പ്ലസ് തൊട്ടാണ് ഇതിന് അലോയ് വരുന്നത്. ഓക്കെ. ഈ അലോയ് ഇഷ്ടപ്പെട്ടോ? ഇഷ്ടപ്പെട്ടു. ഓക്കെ. പിന്നീട് ഗ്രൗണ്ട് ക്ലിയറൻസ് എനിക്ക് ഇഷ്ടപ്പെട്ടു. കുറച്ച് പൊക്കം കൂടിയ വണ്ടിയാണ്. അപ്പം ഇതുവഴിയും ഓടിച്ചു പോകാൻ ആയാസല്ലേ? അതെ. പിന്നീട് ഞാൻ എൻ്റെ ഫ്രണ്ടിൻ്റെ SUV യൂസ് ചെയ്യാറുണ്ട്. അതപ്പോൾ എനിക്കത് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. അന്നേരം അതേപോലെ അത്രയും ഇതല്ല, അതുപോലെ സാമ്യമുള്ള ഒരു വണ്ടി എടുക്കണമെന്നുണ്ടായിരുന്നു എനിക്ക്. അതാണ് ഇത് സെലക്ട് ചെയ്യാൻ കാരണം. ബഡ്ജറ്റ് വെച്ചിട്ടും നമ്മുടെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്ന ഒരു സാധാരണ കാറിന്റെ ബഡ്ജറ്റിൽ ഒതുങ്ങുന്നത്. ഓക്കെ. അപ്പം ഇതിന്റെ ഇന്റീരിയറിലെ ഫീച്ചേഴ്സ് ഒക്കെ നോക്കാൻ നമുക്ക് ഇന്റീരിയറിൽ കയറി നോക്കിയാലോ? തീർച്ചയായിട്ടും. ഓക്കെ, നമ്മൾ ഫ്രോങ്സിൻ്റെ ഇൻറ്റീരിയറിലേക്ക് എത്തിയിരിക്കുന്നു. അപ്പം ഇൻറ്റീരിയറിൽ നോക്കിക്കഴിഞ്ഞാൽ ആവശ്യത്തിനുള്ള ഫീച്ചേഴ്സൊക്കെ ഇതിൽ വരുന്നുണ്ട് അല്ലേ? ഇതിൽ എന്തൊക്കെ ഫീച്ചേഴ്സാണ് കൂടുതൽ ഇഷ്ടപ്പെട്ടത്, കൂടുതൽ ഉപയോഗിക്കുന്നത്? ഇതിൻ്റെ സ്റ്റിയറിങ് നമുക്ക് പൊക്കുകയും താക്കുകയും ചെയ്യാം നമ്മളിരിക്കുന്നതിന്റെ അനുസരിച്ച്. എനിക്ക് വലിയ കളറും ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനെ ഇരിക്കുമ്പോൾ ഇത് വേണേൽ താത്ത് വെക്കാം. അങ്ങനെയുള്ള സൗകര്യങ്ങളുണ്ട്. കൈ പിടിക്കാൻ കുറച്ചുകൂടെ സൗകര്യമാകും. അതുകൊണ്ട് സ്റ്റിയറിംഗ് ടിൽറ്റ് ചെയ്യുന്നത് വളരെ യൂസ്ഫുൾ ആയിട്ട് തോന്നി. അതെ. ഓക്കെ. പിന്നെ സീറ്റിന്റെ കംഫർട്ട് ഒക്കെ എങ്ങനെയുണ്ട്? ഇരുന്ന് യാത്ര ചെയ്യുമ്പോൾ നല്ലതാണ്, നല്ല സുഖമാണ് ഇരുന്ന് യാത്ര ചെയ്യാൻ. ദൂരയാത്രയിലൊക്കെ പോകാനും അതെ നല്ലതാണ്, നല്ല സൗകര്യമാണ്. ഓക്കെ. പിന്നെ വേറെ എന്താണ് ഫീച്ചേഴ്സ് വൈസ്? പിന്നെ ക്യാമറ നേരത്തെ ഒരെണ്ണം ഉണ്ടായിരുന്നു എനിക്ക്. അപ്പം ഫ്രണ്ട് കാണത്തില്ല, ബാക്ക് മാത്രമേ സെപ്പറേറ്റ് ഞാൻ ഓൺ ചെയ്തത്. വേറെ ഡിസ്പ്ലേ വെച്ചു. അതെ. ഓക്കെ. അപ്പം ഫ്രണ്ട് കൂടെ കാണുന്ന ഫ്രണ്ടിൽ ക്യാമറ വെച്ചിട്ട് വേറെ ഡിസ്പ്ലേ കൂടെ ആഡ് ചെയ്തല്ലേ? വേറെ ഒരു ക്യാമറ വെച്ചതാ ഇപ്പൊ ഇത്. മറ്റേ നേരത്തെ ഉണ്ടായിരുന്നത് ബാക്ക് മാത്രമേ കാണത്തുള്ളൂ. എനിക്ക് പാർക്കിങ്ങിനൊക്കെ ബുദ്ധിമുട്ട് വരുമ്പം അതുകൊണ്ട് ഞാൻ ഫ്രണ്ട് ക്യാമറയും പുറത്തുനിന്ന് ചെയ്യിപ്പിച്ചു. നല്ല ഒരു 6 അടി പൊക്കം ഉള്ള ഒരാൾക്കാണേലും ഇതിനകത്ത് കയറിയിരിക്കാം, സുഖമായിട്ടിരിക്കാം. പിന്നെ നല്ല സ്പേസ് ഉണ്ട്. ഇതിന്റെ ഒരു ബിൽഡ് ക്വാളിറ്റി ഒക്കെ എങ്ങനെ ഇഷ്ടപ്പെട്ടു? ഓക്കെ. ബാക്കിലാണേലും നല്ല സ്പേസ് ആണ്. സാധാരണ നല്ല സ്പേസ് ഉണ്ട്. അതെ. സാധനങ്ങൾ ഇഷ്ടം പോലെ വെക്കാം. ഡിക്കിയൊക്കെ നല്ല സ്പേസ് ഉള്ളതാണ്. പിന്നെ AC കൂളിങ്ങിനെ പറ്റി എങ്ങനെയുണ്ട്? വണ്ടിക്കകത്ത് കയറിയ പെട്ടെന്ന് കൂളാകുമോ? പെട്ടെന്ന് കൂളാവും. AC ഒക്കെ നല്ല നല്ല ഇതാണ്, പെർഫെക്റ്റ് ആണ്. അതെ. ഓട്ടോമാറ്റിക് AC ഉണ്ടല്ലേ ഇതിന്? ഓക്കെ. അപ്പം ഇന്റീരിയറിൽ നല്ല സ്പേസ് ഒക്കെ ഉണ്ടല്ലോ. അപ്പം വണ്ടി കുറച്ച് വലുതൂടാണ്. അപ്പം ഇതൊക്കെ സിറ്റി ട്രാഫിക്കിലോ അല്ലെങ്കിൽ പാർക്കിങ്ങിനോ ഒക്കെ പോകുമ്പോ ബുദ്ധിമുട്ടാകാറുണ്ടോ? ഇല്ല, അത് ഞാൻ ഫ്രണ്ട് ക്യാമറയും സെൻസറും ഒക്കെ ആഡ് ചെയ്തു. അപ്പൊ എനിക്കത് ബുദ്ധിമുട്ടായിട്ട് തോന്നുന്നില്ല. ഒരു ലേഡിക്ക് കൊണ്ടു നടക്കാൻ പറ്റും, അനായാസം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു വാഹനമാണ്. തീർച്ചയായിട്ടും. അപ്പം ഈ വാഹനത്തിൽ സാറ്റിസ്ഫൈഡ് ആണെന്നാണ് പറയാനുള്ളത് അല്ലേ? തീർച്ചയായിട്ടും സാറ്റിസ്ഫൈഡ് ആണ്. ഓക്കെ. അപ്പം അതൊക്കെയാണ് നമുക്ക് ഫ്രോങ്സിന്റെ യൂസർ എക്സ്പീരിയൻസിൽ ചോദിക്കാനുണ്ടായിരുന്നത്. അപ്പം നമ്മൾ പെട്ടെന്നൊരു റിവ്യൂ ആണ്, ഒരു ലേഡി യൂസേഴ്സിന് യൂസ്ഫുൾ ആകുന്ന രീതിയിലുള്ള വീഡിയോ ആണ് എന്ന് പ്രതീക്ഷിക്കുന്നു. അപ്പം പുതിയൊരു ഫ്രോങ്സ് എടുക്കാൻ പോകുന്ന ഒരു ലേഡി യൂസറിനോട് പറയാനുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ്? ഞാൻ നേരത്തെ മുതലേ മാനുവലാ യൂസ് ചെയ്തോണ്ടിരുന്നത്. എനിക്ക് മാനുവൽ തന്നെയാണ് ഇഷ്ടം. പക്ഷെ ഇനി ഒരു ലേഡി എടുക്കുവാണെങ്കിൽ തീർച്ചയായിട്ടും ഞാൻ ഓട്ടോമാറ്റിക്കേ ചൂസ് ചെയ്യത്തുള്ളൂ, പറയത്തുള്ളൂ. അങ്ങനെ ഞാൻ പറയത്തുള്ളൂ. കാരണം ഒരു ലേഡിക്ക് കൊണ്ട് നടക്കാൻ ഓട്ടോമാറ്റിക് തന്നെയാണ് നല്ലത്. ഇനിയത്തെ ഫ്യൂച്ചറും ഓട്ടോമാറ്റിക് ആണല്ലോ, എല്ലാവരും ഓട്ടോമാറ്റിക്കിലോട്ട് മാറുന്നത്. അതാ ഞാൻ ചോദിച്ചത് എന്തുകൊണ്ട് മാനുവൽ തന്നെ എടുത്തു ഓട്ടോമാറ്റിക്? ഇത് ഉപയോഗിച്ച ഇത്രയും കുറെ വർഷം, പിന്നെ എനിക്ക് അതാണ് മാനുവൽ മതി. 800 മുതൽ ഉപയോഗിക്കുന്നു. അപ്പൊ മാനുവലിനോട് തന്നെ ഇഷ്ടപ്പെട്ട് അതെടുത്തു. അതുകൊണ്ടാണ് മാനുവൽ എടുത്തത് അല്ലേ? ഓക്കെ. അപ്പം അതൊക്കെയാണ്. നമുക്ക് നെഗറ്റീവ്സ് ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്തെങ്കിലും പറയാനുണ്ടോ? ഇതിൽ പോരായ്മകൾ ഇന്നതുണ്ടായിരുന്നു? ഇപ്പം ഇത് ഫ്രണ്ട് ക്യാമറ ഉണ്ടായിരുന്നേ കൊള്ളായിരുന്നു എന്ന് പറഞ്ഞ് ഇത് മാറ്റി. അതല്ലാതെ വേറെ എന്തെങ്കിലും പോരായ്മകൾ ഇതിൽ തോന്നിയിട്ടുണ്ടോ? പോരായ്മയായിട്ട് എനിക്കൊന്നും തോന്നുന്നില്ല. വണ്ടിയിൽ ഹാപ്പിയാണ്. ഓക്കെ. അപ്പം എന്തൊക്കെയാണ് നമുക്ക് ഫ്രോങ്സ് യൂസർ എക്സ്പീരിയൻസ് ചോദിക്കാനുണ്ടായിരുന്നത്. അപ്പം താങ്ക് യു സോ മച്ച്. നമുക്ക് നല്ലൊരു യൂസർ എക്സ്പീരിയൻസ് തന്നു, വളരെ നന്ദി. അപ്പം ഈ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. നമ്മുടെ ഇതുപോലുള്ള യൂസർ എക്സ്പീരിയൻസ് വീഡിയോസ് കാണാനായിട്ട് നമ്മുടെ ചാനലും സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരുന്നതായിരിക്കും. അതുവരേക്കും ഗുഡ് ബൈ.